മൾട്ടി ബാഗറാകാൻ വളരെ കൂടുതൽ ചാൻസ് ഉള്ള ഒരു കമ്പനിയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ കവർ ചെയ്യുന്നത്. ഈ ന്യൂക്ലിയർ ഫെസിലിറ്റി നമ്മളടുത്ത ഒരു 15 വർഷം കൊണ്ട് ഫുൾഫില്ല് ചെയ്യാൻ പോകുന്ന ഒരു മിഷനാണ് ഇന്ത്യയുടെ. പിന്നെ ഡെവലപ്പ് ചെയ്തേക്കുന്ന സക്സസ്ഫുൾ കൺട്രി ഇന്ത്യയാണ് എന്ന് വായിച്ചു. വേറെ ഒരു രാജ്യത്തിനും ഈ ഒരു ടെക്നോളജി ഇല്ല എന്നും വായിച്ചു. അതായത് കടന്നു ചെല്ലാൻ ബുദ്ധിമുട്ടുള്ള, വിഷമമുള്ള സ്ഥലങ്ങളിലൊക്കെ ഈ കമ്പനിയുടെ പ്രസൻസ് ഉണ്ട്. ഡിഫൻസുമായി കൂടെ ബന്ധപ്പെട്ട സെഗ്മെൻ്റാണ്. അങ്ങനെ കൂതറ കമ്പനികൾക്കൊന്നും ഇങ്ങോട്ട് കടന്നു ചെല്ലാൻ പറ്റില്ല. ഈ കമ്പനിക്കുള്ളത് മാസീവ് ഓർഡർ ബുക്കാണ്. പ്രോഫിറ്റ് ഗ്രോത്ത് അതിനേക്കാൾ വലുതാണ്. ഈ കമ്പനി പ്രവർത്തിക്കുന്ന മേഖലകളിൽ ഇന്ത്യ ഒരുപാട് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നുണ്ട്. സാധാരണ ജനങ്ങൾ കാണാൻ സാധ്യതയില്ലാത്ത പ്രോഡക്റ്റുകൾ, എന്നാൽ പല ക്രിട്ടിക്കൽ ഓപ്പറേഷൻസും ഈ സാധനം ഇല്ലാതെ പ്രവർത്തിക്കില്ല. ഒരു വലിയ വോളിയം വന്നു, കമ്പനിയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ വോളിയം. അതിനുശേഷം മുകളിലേക്ക് ഇങ്ങനെ കയറിപ്പോകുന്ന കാണാം. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷെയർ മാർക്കറ്റ് ഇൻ മലയാളം. മൾട്ടി ബാഗറാകാൻ വളരെ കൂടുതൽ ചാൻസ് ഉള്ള ഒരു കമ്പനിയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ കവർ ചെയ്യുന്നത്. ഞാനിന്നൊരു ന്യൂസ് വായിച്ചു. ഒമാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് ഗ്യാസ് കൊണ്ടുവരാനായിട്ട് 2000 കിലോമീറ്റർ നീളമുള്ള പൈപ്പ് ലൈൻ നിർമ്മിക്കുന്നു. 5 മുതൽ 6 വർഷം വരെ സമയമെടുക്കുക നിർമ്മിക്കാനായിട്ട്. അപ്പോഴാണ് ഇന്ത്യയിലെ ഒരു വലിയ പൈപ്പിംഗ് കമ്പനിയെക്കുറിച്ച് ഞാൻ ആലോചിച്ചത്. ഈ കമ്പനിക്ക് ബെനിഫിറ്റ് കിട്ടാനുള്ള സാധ്യത അതുകൊണ്ട് വളരെ കൂടുതലാണ്. ആ പ്രോജക്റ്റിൽ ഈ കമ്പനി ഉണ്ടോ എന്ന് അറിയത്തില്ല, പക്ഷേ ഇതുപോലുള്ള വർക്കുകളൊക്കെ ചെയ്യുന്ന കമ്പനിയാണ്. ഇന്ത്യാസ് ലാർജസ്റ്റ് പ്രോസസ് പൈപ്പിംഗ് കമ്പനി. ഈ കമ്പനി വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള പൈപ്പിംഗ് സിസ്റ്റംസ് ഡിസൈൻ ചെയ്യുകയും അത് മാനുഫാക്ചർ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഈ കോംപ്ലക്സ് പൈപ്പിംഗ് സിസ്റ്റംസ് യൂസ് ചെയ്യുന്നത് പവർ പ്ലാന്റ്, ഓയിൽ ആൻഡ് ഗ്യാസ് പ്രോജക്റ്റ്. അതാണ് ആ ഗ്യാസ് കൊണ്ടുവന്ന ന്യൂസ് കേട്ടപ്പോൾ ഞാൻ ഈ കമ്പനീനെ കുറിച്ച് ആലോചിച്ചത്. പിന്നെ റിഫൈനറീസ്, പിന്നെ പെട്രോ കെമിക്കൽസ്, അടുത്തത് ന്യൂക്ലിയർ ഫെസിലിറ്റീസ്. ഈ ന്യൂക്ലിയർ ഫെസിലിറ്റി നമ്മളടുത്ത ഒരു 15 വർഷം കൊണ്ട് ഫുൾഫില്ല് ചെയ്യാൻ പോകുന്ന ഒരു മിഷനാണ് ഇന്ത്യയുടെ. ഇന്ത്യയിൽ ക്രൂഡ് ഓയിൽ വളരെ കുറച്ച് മാത്രമാണ് ഖനനം ചെയ്തെടുക്കുന്നുള്ളൂ. നമുക്ക് ക്രൂഡ് ഓയിൽ റിസോഴ്സസ് ഇല്ല. എന്നാൽ ഇത്രയും വലിയ രാജ്യമാണ്. നമ്മുടെ എനർജി ആവശ്യങ്ങൾ നിറവേറ്റാനായിട്ട് ഇപ്പോൾ അയൽ രാജ്യങ്ങളെ ആശ്രയിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ, 100% ഒഴിവാക്കാനായിട്ട് നമ്മൾ ന്യൂക്ലിയർ പവർ പ്ലാന്റുകൾ സ്ഥാപിക്കുക. ഓൾറെഡി ഉണ്ട്. പുതിയൊരു പവർ പ്ലാന്റ് ഉണ്ട്. അത് തോറി ഉപയോഗിച്ചിട്ട് പ്രവർത്തിക്കുന്ന പവർ പ്ലാന്റാണ്. നമ്മുടെ രാജ്യത്തിൻ്റെ 100% എനർജി ആവശ്യങ്ങൾ ഫുൾഫിൽ ചെയ്യാനായിട്ട് ഇത് മതി. ഈ തോറിയെ നമുക്ക് ഇഷ്ടമാതിരിയുണ്ട്. നമുക്ക് വേറെ ആരെയും ആശ്രയിക്കേണ്ട കാര്യമില്ല. പിന്നെ ഞാൻ വായിച്ച അനുസരിച്ചിട്ട് ഈ എനർജി തീർന്നു പോകുന്നില്ല എന്നൊക്കെ വായിച്ചു. എനിക്ക് അത്ര മനസ്സിലായില്ല അതെങ്ങനെയാണെന്നുള്ളത്. അതായത് ഉപയോഗിക്കും തോറും തീർന്നു പോകാതെ ഇരിക്കുന്ന എനർജി എന്നൊക്കെ കെട്ടുകഥയിലൊക്കെ നമ്മളിങ്ങനെ കണ്ടിട്ടുണ്ട്. പക്ഷേ അതെനിക്ക് അത്ര മനസ്സിലായില്ല എന്താ സംഭവം എന്നുള്ളത്. തോറി ഉപയോഗിച്ചിട്ട് അങ്ങനെ നിർമ്മിക്കാൻ പറ്റും. അത് റഷ്യ ഓൾറെഡി ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അവർക്കിപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. ഇഷ്ടമായൊരു ക്രൂഡ് ഉണ്ടല്ലോ. പിന്നെ ഡെവലപ്പ് ചെയ്തേക്കുന്ന സക്സസ്ഫുൾ കൺട്രി ഇന്ത്യയാണ് എന്ന് വായിച്ചു. വേറെ ഒരു രാജ്യത്തിനും ഈ ഒരു ടെക്നോളജി ഇല്ല എന്നും വായിച്ചു. ഓക്കെ, അതെന്തെങ്കിലും ആട്ടെ. എനിവേ തോറി നമ്മുടെ കയ്യിൽ ഇഷ്ടമാതിരി ഉണ്ട്. അത് ഉപയോഗിച്ചിട്ടുള്ള എനർജി ഡെവലപ്പ് ചെയ്യാൻ ഓൾറെഡി പറ്റിയിട്ടുണ്ട്. ഇനിയിപ്പോൾ രാജ്യം മൊത്തം അതായാൽ മതി. അതിനാണ് 10-15 വർഷം എടുക്കുമെന്ന് കേട്ടത്. അപ്പോൾ ഇത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു രാജ്യത്തെയും ആശ്രയിക്കേണ്ട കാര്യമില്ല എനർജിക്ക് വേണ്ടിയിട്ട്. എനിവേ, ന്യൂക്ലിയർ ഫെസിലിറ്റിയെക്കുറിച്ച് പറഞ്ഞപ്പോൾ അത് ഓർത്തുപോയി. അത് ന്യൂക്ലിയർ എനർജി തന്നെയാണ്. അപ്പോൾ ഇവിടെയൊക്കെ പൈപ്പ് ലൈൻ സപ്ലൈ ചെയ്യുന്ന കമ്പനിയാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്ന കമ്പനി. കമ്പനിയുടെ പേര് കിട്ടിയല്ലോ അല്ലേ? ഡി ഡെവലപ്മെൻറ്റ് എഞ്ചിനീയേഴ്സ് എന്നാണ് കമ്പനിയുടെ പേര്. നമ്മുടെ രാജ്യത്തിൻ്റെ വളർച്ചയോട് ഒപ്പം വളരുന്ന കമ്പനിയാണ് ഈ കമ്പനി. കാരണം ഈ കമ്പനി ലിങ്ക്ഡ് ടു ഇന്ത്യാസ് ഇൻഫ്രാസ്ട്രക്ചർ, എനർജി, റിഫൈനറി ആൻഡ് മാനുഫാക്ചറിങ് ഗ്രോത്ത് സ്റ്റോറി. അപ്പം ഇന്ത്യയിലെ ഏറ്റവും വലിയ ആവശ്യമെന്ന് പറയുന്നത് ഈ പറഞ്ഞ എനർജി ആവശ്യമാണ്. അതിപ്പോൾ ഒരു രാജ്യം ഡെവലപ്പ് ചെയ്യാനും വളരാനും ഒക്കെ എനർജി ആവശ്യമുണ്ട്. അവിടെ ഒരു മേജർ പ്ലേ വഹിക്കുന്ന ഒരു കമ്പനിയാണ് ഈ ഡി ഡെവലപ്പേഴ്സ് എഞ്ചിനീയേഴ്സ്. വെനെവർ ന്യൂ പവർ പ്ലാന്റ്സ്, റിഫൈനറീസ്, LNG ടെർമിനൽസ് ഓർ പെട്രോകെമിക്കൽ ഫെസിലിറ്റീസ് ആർ ബിൽറ്റ്, ഡീസ് പ്രോഡക്ട്സ് ആർ ഓഫൺ റിക്വയർഡ്. അപ്പോൾ അത്രയേ ഉള്ളൂ കാര്യം. അപ്പോൾ ഇതൊക്കെ പുതിയതായിട്ട് നിർമ്മിക്കുമ്പോൾ ഇപ്പോൾ നിലവിലുള്ളതിനും ആവശ്യമുണ്ടല്ലോ. അപ്പോഴൊക്കെ ഈ കമ്പനിയുടെ ആവശ്യമുണ്ട്. ഇപ്പം നമ്മൾ ഏതൊക്കെ സ്ഥലത്ത് ഈ കമ്പനിയുടെ പ്രസൻസ് ഉണ്ടെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഹൈ എൻട്രി ബാരിയർ ഇൻഡസ്ട്രീസിലാണ് ഈ കമ്പനിയുടെ പ്രസൻസ് ഉള്ളത്. അതായത് കടന്നു ചെല്ലാൻ ബുദ്ധിമുട്ടുള്ള, വിഷമമുള്ള സ്ഥലങ്ങളിലൊക്കെ ഈ കമ്പനിയുടെ പ്രസൻസ് ഉണ്ട്. ഏതൊക്കെയാണ്? ഓയിൽ ആൻഡ് ഗ്യാസ്. അങ്ങനെ
എല്ലാ കമ്പനികൾക്കും കടന്നു ചെല്ലാൻ പറ്റില്ല. രാജ്യത്തിൻ്റെ സെക്യൂരിറ്റിയും കൂടെയും അതിൽ ഇൻവോൾവ് ആണ്. ഇവിടെയൊക്കെ ഒരു അപകടം നിർമ്മിക്കപ്പെടുകയോ സംഭവിക്കുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അപ്പം അങ്ങനെ എല്ലാ കമ്പനിക്കും കടന്നു ചെല്ലാൻ പറ്റില്ല. പവർ എന്ന് പറയുന്ന സെഗ്മെൻറ്റ് ഇൻക്ലൂഡിങ് ന്യൂക്ലിയർ. ഇനി അടുത്ത ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് ന്യൂക്ലിയർ എനർജിയുടെ ഡെവലപ്മെൻറ്റാണ് ഇന്ത്യയുടെ. നമുക്ക് സാധനം ഇഷ്ടമായിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ. തോറിയത്തിൻ്റെ ഒരുപാട് സോഴ്സ് ഉണ്ട്, ക്രൂഡാണ് നമുക്കില്ലാത്തത്. സോ ന്യൂക്ലിയർ എനർജി തന്നെയാണ് ഇപ്പം ആ ഒരു സ്ഥലത്ത്. അതേപോലെ നല്ല വളർച്ചാ സാധ്യതയുള്ള EV സെഗ്മെൻ്റ് ഉണ്ട് കേട്ടോ. EV ആണോ ഹൈഡ്രജൻ ഫ്യൂവലാണോ എന്താ വരുന്നതെന്ന് അറിയില്ല. എന്തായാലും വാഹനത്തിൽ ഓട്ടോമൊബൈൽ സെഗ്മെൻറ്റ് നല്ലൊരു വളർച്ച വരാനുണ്ട്. ഈ കാണുന്നതൊന്നുമല്ല, ഇനി വരാനുണ്ട്. കാരണം പുതിയ എനർജി വരുമ്പോൾ EV ആണെങ്കിൽ ഓക്കെ, EV ഇപ്പോൾ ന്യൂക്ലിയർ ആണ് വരുന്നതെങ്കിൽ EV മതി. ഇനി വേറെ ഇന്ധനങ്ങളാണ് വരുന്നതെങ്കിലും അത് അനുസരിച്ചിട്ടുള്ള വാഹനങ്ങൾ വരുമല്ലോ. എനിവേ ഈ വാഹനവുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റോക്കുണ്ട്, അത് നമുക്ക് മറ്റൊരു വീഡിയോയിൽ പറയാം. പിന്നെ പെട്രോ കെമിക്കൽസ്, റിഫൈനറീസ്, ഇൻഡസ്ട്രിയൽ ഇൻഫ്രാസ്ട്രക്ചർ, ഇതിൽ കുറച്ച് നമ്മൾ മൂടി പറഞ്ഞാണ്, അതുകൊണ്ട് ഒരുപാട് അതിലേക്ക് കിടക്കുന്നില്ല. അപ്പോൾ ഇതിപ്പോൾ പറഞ്ഞ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദീസ് ഇൻഡസ്ട്രീസ് റിക്വയർ സ്ട്രിക്റ്റ് സർട്ടിഫിക്കേഷൻ ആൻഡ് ടെക്നിക്കൽ എക്സ്പെർട്ടൈസ്. ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ രാജ്യത്തിൻ്റെ ഡിഫൻസുമായി കൂടെ ബന്ധപ്പെട്ട സെഗ്മെൻ്റാണ്. അങ്ങനെ കൂതറ കമ്പനികൾക്കൊന്നും ഇങ്ങോട്ട് കടന്നു ചെല്ലാൻ പറ്റില്ല. ഇന്ത്യക്കകത്തുള്ള കമ്പനി ആയിരിക്കണം, ചൈന കമ്പനി ആയിരിക്കരുത്, പാകിസ്ഥാൻ കമ്പനി ആയിരിക്കരുത്, അവയുമായിട്ട് ബന്ധങ്ങളൊന്നും ഉണ്ടാകാനും പാടില്ല. അതുകൊണ്ട് തന്നെ മേക്കിംഗ് ഇറ്റ് ഡിഫിക്കൽട്ട് ഫോർ ന്യൂ കോമ്പറ്റീറ്റേഴ്സ് ടു എൻ്റർ. പുതിയ ആൾക്കാർക്ക് വരാൻ വളരെ വളരെ ബുദ്ധിമുട്ടാണ്. നല്ലതല്ല ഈ കമ്പനീനെ സംബന്ധിച്ചിടത്തോളം. ഓൾറെഡി കമ്പനി അവിടെ ഉണ്ട്, പുതിയ ആൾക്കാർക്ക് വരാൻ വലിയ ബുദ്ധിമുട്ടുമാണ്. സോ എനിക്ക് ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് തോന്നി. ഈ ഒരു പോയിൻ്റ് കൊണ്ട് തന്നെ കമ്പനി മൾട്ടിബാഗറാകാൻ ചാൻസ് ഉണ്ടെന്ന് ഞാൻ കരുതുന്നു. ഡിസ്ക്ലൈമർ പറയാം, ഞാനൊരു സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റ് അല്ല. അതുകൊണ്ട് ഇതൊരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ അല്ല. എൻ്റെ പഠനാവശ്യത്തിന് ഞാൻ ഈ കമ്പനി വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. റീസെൻ്റ്ലി ആണ് വാങ്ങിച്ചത്. വിലയൊക്കെ ഇച്ചിരി കൂടി തന്നെയാണ് നിൽക്കുന്നത്. നമുക്കത് സ്ക്രീനറിൽ പോയി നോക്കാം. ഞാൻ എടുത്തതും കുറച്ച് കൂടിയ വിലയ്ക്കാണ്. കാരണം ഞാനിത് പഠിച്ചു വന്നപ്പോഴത്തേനും വില കുറച്ച് കൂടിയായിരുന്നു. ഇനി ഫ്യൂച്ചറിലുള്ള ഗ്രോത്താണ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾ നിങ്ങളുടേതായ സ്റ്റഡി കാര്യങ്ങൾ ചെയ്തിട്ട് ഡിസിഷൻ എടുക്കുക കേട്ടോ. ഒരിക്കലും എൻ്റെ വീഡിയോ ഒന്നും കണ്ടിട്ട് ഡിസിഷനൊന്നും എടുക്കണ്ട. എനിക്ക് ഈ കമ്പനിയായിട്ടോ ആരുമായിട്ടോ ടൈപ്പോ കാര്യങ്ങളോ ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ കമ്പനി വാങ്ങിയത് കൊണ്ടോ വാങ്ങാത്തത് കൊണ്ടോ എനിക്കൊരു പ്രയോജനം കിട്ടാനുമില്ല. ഈ കമ്പനിക്കുള്ളത് മാസീവ് ഓർഡർ ബുക്കാണ്. എത്രയാണെന്നറിയാമോ? അപ്രോക്സിമേറ്റ്ലി 2434 കോടിയുടെ ഓർഡർ ബുക്ക്. അപ്പോൾ ഇത് അത്ര വലിയ സംഭവമൊന്നുമല്ല. പല കമ്പനികൾക്കും ഇതേപോലത്തെ ഒരു ഓർഡർ ബുക്ക് ഇല്ല. എനിക്ക് തോന്നുന്നു കമ്പനിയുടെ മാർക്കറ്റ് ക്യാപ്പിൻ്റെ അടുത്തോ അതിൽ കൂടുതൽ ഓർഡർ ബുക്കുണ്ട്. മാർക്കറ്റ് ക്യാപ്പ് നമുക്ക് സ്ക്രീനറിൽ പോയി നോക്കാം. അപ്പോൾ അത്രയും വലിയ ഓർഡർ ബുക്കുണ്ട്. ഇതേപോലെയുള്ള ഇപ്പോൾ L&T പോലെയുള്ള കമ്പനിക്കൊക്കെ ഇതേപോലെ ഓർഡർ ബുക്കുണ്ട്, വലിയ ഓർഡർ ബുക്കുണ്ട്. പക്ഷേ അതൊരു വലിയ കമ്പനിയാണ്. ഇനി വളരാൻ വലിയൊരു സ്പേസ് ഇല്ല, കാരണം ഓൾറെഡി വളരെയധികം വളർന്നുപോയി. പക്ഷേ ഈ കമ്പനിക്ക് വളരാൻ ഇനി ഒരുപാട് സ്പേസ് ഉണ്ട്. ഇതൊരു ചെറിയ കമ്പനിയാണ്. ആ ചെറിയ കമ്പനിക്ക് ഇത്രയും വലിയ ഓർഡർ ബുക്ക് ഉള്ളപ്പോൾ വീണ്ടും ഓർഡറുകൾ കൂടാനും വളരാനും ഒക്കെ സാധ്യത വളരെ കൂടുതലാണ്. അടുത്തത്, ഇത് മൾട്ടിബാറാകാൻ സാധ്യതയുണ്ട് എന്ന് പറയാനുള്ള ഒരു കാരണം റാപ്പിഡ് റവന്യൂ ഗ്രോത്ത് ആണ്. 38% ഇയർ ഓൺ ഇയർ റവന്യൂവിൽ വളർച്ചയുണ്ടായിട്ടുണ്ട് 2026 ഫിനാൻഷ്യൽ ഇയറിൽ. അതായത് 1140 കോടിയുടെ മുകളിൽ റവന്യൂ ഉണ്ട്. റവന്യൂ ഗ്രോത്ത് വളരെ വലുതാണ്. പ്രോഫിറ്റ് ഗ്രോത്ത് അതിനേക്കാൾ വലുതാണ്. പ്രോഫിറ്റ് ഗ്രോത്ത് ഫാസ്റ്റർ ദാൻ റവന്യൂ. പ്രോഫിറ്റ് നോക്കിക്കഴിഞ്ഞാൽ 77% പ്രോഫിറ്റാണ്, ഗ്രോത്താണ് ഇയർ ഓൺ ഇയറിൽ 2026 ഫിനാൻഷ്യൽ ഇയറിൽ ഉണ്ടായിരിക്കുന്നത്. ഇതാണ് ശരിക്കും പറഞ്ഞ ഒരു കമ്പനിക്ക് വേണ്ടത്. കച്ചവടം എത്രയോ സെയിൽ എത്രയോ, അപ്പോൾ അതിൻ്റെ ഗ്രോത്തിനെ കഴിഞ്ഞ് കൂടിയ പ്രോഫിറ്റ് ഗ്രോത്ത്. അപ്പോൾ ഹൈ മാർജിൻ ഇടാൻ പറ്റിയിട്ടുള്ള പ്രോഡക്റ്റുകളാണ് കമ്പനി മാനുഫാക്ചർ ചെയ്ത് സെയിൽ ചെയ്യുന്നത്. കമ്പനിക്ക് വലിയ കോമ്പറ്റീഷനോ കാര്യങ്ങളോ ഇല്ല. കോമ്പറ്റീഷൻ ഉണ്ടെങ്കിൽ ഇങ്ങനെ മാർജിൻ എടുക്കാൻ പറ്റുമോ? പറ്റില്ല. അപ്പോൾ വലിയ കോമ്പറ്റീഷനോ കാര്യങ്ങളോ ഇല്ല. അതൊക്കെ മൾട്ടിബാഗറാകാൻ സാധ്യതയുള്ള ഒരു കമ്പനിക്ക് വേണ്ട കാര്യങ്ങളാണ്. ബെനിഫിഷ്യറി ഓഫ് ഇന്ത്യാസ് എനർജി ക്യാപെക്സ് ബൂം വളരെ കറക്റ്റാണ്. ഞാനൊരു കാര്യം കൂടി പറയാൻ വിട്ടു. ഇപ്പോൾ ഞാനിത് വാങ്ങിയെന്ന് ഓർക്കും, നിങ്ങൾ ഓർക്കും ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപയ്ക്കാണ് വാങ്ങിയിരിക്കുന്നതെന്ന് ഓർക്കും. ഇല്ല, ഞാൻ 50,000 രൂപയ്ക്ക് മാത്രമാണ് ഈ കമ്പനി വാങ്ങിയിട്ടുള്ളൂ. ഇതേപോലെ കുറച്ച് കമ്പനികൾ ഞാൻ വാങ്ങിയിട്ടുണ്ട്. ഇനി ഈ കമ്പനി മാത്രമല്ല മറ്റ് കമ്പനികളും കയറുന്ന അനുസരിച്ചിട്ട് കൂടുതൽ വാങ്ങുകയും കാര്യങ്ങളും ചെയ്യും കേട്ടോ. അല്ലാതെ ഞാൻ ഭയങ്കരമായിട്ട് വാങ്ങി അങ്ങനെയൊന്നുമില്ല. അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്താണ്. കാരണം പലരും ലക്ഷക്കണക്കിന് രൂപയ്ക്കാണ് നമ്മൾ വീഡിയോ ഒക്കെ ചെയ്യുന്ന കമ്പനികൾ വാങ്ങുന്നത്. എല്ലാവരും ഇല്ല, ചിലവർ. പലരുടെയും സ്ക്രീൻഷോട്ടൊക്കെ എനിക്ക് കാണാനിടയായി. ഓക്കെ, അവർക്ക് കൺവിൻഷനോട്ടായിട്ടാണ് അവർ വാങ്ങുന്നത് കേട്ടോ. എനിക്കും ഉണ്ട്, പക്ഷേ ക്യാഷ് വേണ്ടേ. ഇനി എങ്ങാനും ഈ കമ്പനി മൾട്ടിബാഗർ ആയില്ലെങ്കിലോ, അതിലിട്ട പൈസ പോകുകയല്ലേ, പെട്ടുപോകുകയല്ലേ, എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാലോ. കാരണം ഹൈലി പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള സെക്യൂർഡ് ആയിട്ടുള്ള സെഗ്മെൻറ്റിൽ പ്രവർത്തിക്കുന്ന കമ്പനിയാണ്. എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ മൾട്ടിബാഗർ ആയില്ലല്ലോ, കമ്പനിയുടെ വർക്കിനോ ക്വാളിറ്റിക്കോ. അപ്പോൾ അങ്ങനെയൊക്കെ വരാം ഫ്യൂച്ചറിൽ. അതുകൊണ്ട് തന്നെ അതൊക്കെ വരുമോ ഇല്ലയോ എന്നൊക്കെ നോക്കിയിട്ടൊക്കെ മേടിച്ചാൽ മതി. ഇപ്പോൾ നമ്മൾ വായിച്ചതും അറിഞ്ഞതും അനുസരിച്ചിട്ട് കമ്പനിക്ക് നല്ല പൊട്ടൻഷ്യലുണ്ട്. അപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യുന്നവർ അത് ശ്രദ്ധിക്കുക. ഭീകരമായിട്ടുള്ള പൈസ ഇൻവെസ്റ്റ് ചെയ്യണ്ട എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ബാക്കി നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ. ഈ കമ്പനി പ്രവർത്തിക്കുന്ന മേഖലകളിൽ ഇന്ത്യ ഒരുപാട് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നുണ്ട്.
അപ്പോൾ അത് ഏതൊക്കെയാണെന്നുള്ള മോളിൽ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ഞാനൊന്നും കൂടെ പറയുന്നില്ല. അത് ഈ കമ്പനിക്ക് ബെനിഫിറ്റ് ആവും. ഈ കമ്പനിക്ക് നമ്മുടെ ഇന്ത്യയിൽ തന്നെയുള്ള പല കമ്പനികളിൽ നിന്നും വലിയ ഓർഡേഴ്സ് കിട്ടിയിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ BPCLൽ നിന്നും പിന്നെ PSU ഓർഡേഴ്സും കമ്പനിക്ക് കിട്ടിയിട്ടുണ്ട്, ഗവൺമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട ഓർഡേഴ്സ്. അപ്പോൾ നമ്മുടെ ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ്, അതാണ് BPCL, അതിൽ നിന്ന് ഓർഡർ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ കമ്പനിയുടെ ഒരു ഫ്യൂച്ചർ ഗ്രോത്തിനെ സഹായിക്കും. ഇനിയിപ്പോൾ ഇന്ത്യയിൽ മാത്രമല്ല പ്രസൻസ് ഉള്ളത്, ഇൻ്റർനാഷണലി പ്രസൻസും ഉണ്ട്. തായ്ലൻഡിലൊക്കെ കമ്പനിക്ക് പ്രസൻസ് ഉണ്ട്, അതും വളരെ നല്ലതാണ്. ഈ കമ്പനി ഒരു ഹിഡൻ മാനുഫാക്ചറിങ് ചാമ്പ്യനാണെന്ന് പറയാം. കാരണം ഇത് ഫ്രണ്ട് ഓഫീസിലല്ല പ്രവർത്തിക്കുന്നത്. കമ്പനിയുടെ പല ഓപ്പറേഷൻസും ബിഹൈൻഡ് ദ സീനാണ്. അത് പലതും നമ്മൾ അറിയുന്നില്ല. എന്താണെന്ന് ചോദിച്ചാൽ, ദേ പ്രൊവൈഡ് ക്രിട്ടിക്കൽ പ്രോഡക്ട്സ് ദാറ്റ് മോസ്റ്റ് പീപ്പിൾ നെവർ സീ ബട്ട് ഇൻഡസ്ട്രീസ് കനോട്ട് ഓപ്പറേറ്റ് വിത്തൗട്ട് ഇറ്റ്. അതായത് സാധാരണ ജനങ്ങൾ കാണാൻ സാധ്യതയില്ലാത്ത പ്രോഡക്റ്റുകൾ, എന്നാൽ പല ക്രിട്ടിക്കൽ ഓപ്പറേഷൻസും ഈ സാധനം ഇല്ലാതെ പ്രവർത്തിക്കില്ല. ഉദാഹരണം ഉണ്ടല്ലോ, ന്യൂക്ലിയർ പവർ പ്ലാന്റിൽ ഉപയോഗിക്കുന്ന മെഷീനറീസ് സാധാരണ ജനങ്ങൾ കാണുന്നുണ്ടോ? കാണുന്നില്ല. അതേപോലെ റിഫൈനറീസിലും മറ്റും ഇതൊന്നും നമ്മൾ കാണുന്നില്ല, എന്നാൽ ഈ സാധനം ഇല്ലാതെ ഇതൊന്നും പ്രവർത്തിക്കാനും സാധിക്കില്ല. അപ്പോൾ ഇങ്ങനെയുള്ള കമ്പനികളെ പറയുന്ന പേരാണ് ഹിഡൻ ചാമ്പ്യൻസ്. അതുകൊണ്ടാണ് ഈ കമ്പനീനെ അങ്ങനെ പറയുന്നത്. ഇനി ഈ കമ്പനിയുടെ പോസിറ്റീവ് നെഗറ്റീവ് നമുക്ക് നോക്കാം. ഏതൊരു കമ്പനിക്കും പോസിറ്റീവ് നെഗറ്റീവ് ഉണ്ട്, അത് മനസ്സിലാക്കുക. പിന്നെ നെഗറ്റീവ് മാത്രമുള്ള കമ്പനി ഉണ്ട് കേട്ടോ. എന്തായാലും പ്രോസസ് പൈപ്പിങ്ങിൽ കമ്പനി മാർക്കറ്റ് ലീഡറാണ്, ഒരു പോസിറ്റീവ്. സ്ട്രോങ് ഓർഡർ ബുക്ക്, രണ്ടാമത്തെ പോസിറ്റീവ്. ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് എനർജി സെക്ടർ ടെയിൽവിൻഡ്, മൂന്നാമത്തെ പോസിറ്റീവ്. ഹൈ ടെക്നിക്കൽ എൻട്രി ബാരിയേഴ്സ്, നാലാമത്തെ പോസിറ്റീവ്. ഫാസ്റ്റ് റവന്യൂ ആൻഡ് പ്രോഫിറ്റ് ഗ്രോത്ത്, അഞ്ചാമത്തെ പോസിറ്റീവ്. ബെനിഫിഷ്യറി ഓഫ് മേക്ക് ഇൻ ഇന്ത്യ ആൻഡ് എനർജി എക്സ്പാൻഷൻ, ആറാമത്തെ പോസിറ്റീവ്. റിസ്ക് പറയണ്ടേ? പ്രോജക്റ്റ് എക്സിക്യൂഷൻ ഡിലേയ്സ്. അപ്പോൾ പ്രോജക്റ്റുകൾ എക്സിക്യൂട്ട് ചെയ്യാൻ ഉള്ള താമസം, അതൊരു റിസ്ക്കാണ്. ഗവൺമെൻറ്റിനെ ഒരുപാട് ഡിപ്പെൻഡ് ചെയ്യുന്ന കമ്പനിയാണ്. ഇൻഡസ്ട്രിയൽ ക്യാപെക്സും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതായത് ക്യാപെക്സ് ഒരുപാട് കൂട്ടുന്നുണ്ട്. ഇപ്പോൾ ഗവൺമെൻറ് ഇൻഡസ്ട്രിയൽ ക്യാപെക്സ് കൂട്ടുന്നുണ്ടെങ്കിൽ കമ്പനിക്ക് കൂടുതൽ ഓർഡർ കിട്ടും, വർക്ക് കിട്ടും. അത് കുറയ്ക്കുന്നുണ്ടെങ്കിൽ കമ്പനിയുടെ വർക്ക് കുറയും. സോ അത് ഒരു റിസ്ക്കാണ്. കമോഡിറ്റി പ്രൈസ് ഫ്ലക്ച്വേഷൻസ്, ഈ ക്രൂഡ് ഓയിലിൻ്റെയും മറ്റും ഒക്കെ. പിന്നെ ഈ കമ്പനി മാനുഫാക്ചർ ചെയ്യാനായിട്ടുള്ള റോ മെറ്റീരിയൽ, എനിക്ക് തോന്നുന്നു ക്രൂഡുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിരിക്കും തോന്നുന്നു. അതിൻ്റെ പ്രൈസിലുള്ള മെയിനായിട്ട് ഇവിടെ ക്രൂഡായിരിക്കും അല്ലേ ഉപയോഗിക്കുക, കാരണം ഇന്ധനമായിട്ടൊക്കെ. അപ്പോൾ എന്തായാലും ഉപയോഗിക്കുന്ന കമ്മോഡിറ്റി, അത് ക്രൂഡാണ് മെയിനായിട്ട് ഉദ്ദേശിച്ചത്. അതിൻ്റെ പ്രൈസ് ഫ്ലക്ച്വേഷൻ കമ്പനിയുടെ ഓക്കെ. അത് ഈ കമ്പനിയെ മാത്രമല്ല, ഇന്ത്യ മൊത്തം ബാധിക്കും. ഇന്ത്യയിൽ നമുക്ക് ക്രൂഡ് ഇല്ലല്ലോ, പുറത്തുനിന്ന് അവർ പറയുന്ന വിലയ്ക്ക് കൊണ്ടുവരണം, അത് തന്നെ ഇപ്പോൾ കിട്ടാനുമില്ല. അപ്പോൾ അതെല്ലാം കമ്പനിയെ ബാധിക്കും. പിന്നെ സൈക്ലിക്കൽ നേച്ചർ ഇൻ ഇൻഫ്രാസ്ട്രക്ചർ സ്പെൻഡിങ്. അതെ, ഗവൺമെൻറ് എല്ലാ വർഷവും ഇത്ര കോടി ഇത്ര ലക്ഷം കോടി എന്നും പറഞ്ഞാൽ സ്പെൻഡ് ചെയ്യല്ല ചെയ്യുക. ചില വർഷങ്ങളിൽ കൂടുതൽ സ്പെൻഡ് ചെയ്യും, ചില വർഷങ്ങളിൽ കുറവ് സ്പെൻഡ് ചെയ്യും. അതുകൊണ്ട് തന്നെ ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുന്ന ആ സെഗ്മെൻറ്റ് തന്നെ ഹൈലി സൈക്ലിക്കാണ്. ചിലപ്പോൾ ഭയങ്കരമായിട്ട് പറന്നു പോകും, ചിലപ്പോൾ ഭയങ്കരമായിട്ട് താഴെ പോകും, അങ്ങനെയാണ്. കമ്പനിയുടെ ചാർട്ടിലൊന്നും അങ്ങനെ കാണുന്നില്ല കേട്ടോ, കാരണം ഇത് മറ്റുള്ള ഇൻഫ്രാസ്ട്രക്ചർ പോലെ അല്ലല്ലോ. പിന്നെ ലോവർ മാർജിൻസ് ദാൻ സോഫ്റ്റ്വെയർ ഓർ ഫാർമ കമ്പനീസ്. കമ്പനിയുടെ പ്രോഫിറ്റ് ഗ്രോത്ത് കണ്ടിട്ട് മാർജിൻ കുറവാണെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിവേ, സോഫ്റ്റ്വെയർ കമ്പനിയും ഫാർമ കമ്പനിയൊക്കെ അപേക്ഷിച്ച് മാർജിൻ കുറവാകാൻ സാധ്യതയുണ്ട് എന്നുള്ള ഒരു ഇതും കൂടി. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട റിസ്ക്കുകൾ. നമുക്ക് സ്ക്രീനറിൽ ഒന്ന് നോക്കാം കേട്ടോ. ഈ കമ്പനി റീസെൻ്റ്ലി UCയും LCയും അടിച്ചിട്ടുണ്ട്, അപ്പർ സർക്യൂട്ടും ലോവർ സർക്യൂട്ടും അടിച്ചിട്ടുണ്ട്. ഇപ്പോൾ വോളിയം കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാം, ഇവിടെ ഭീകരമായിട്ടൊരു വോളിയം വന്നു, വളരെ വലിയ വോളിയം താഴേക്ക് പോയിക്കൊണ്ടിരിക്കുമായിരുന്നു. അതിനുശേഷം കമ്പനി ഏതാണ്ട് ഇപ്പോൾ 300 ലെവൽ കൂട്ടാം, അങ്ങനെ ആകുമ്പോൾ 600, വളരെ ചെറിയ സമയം കൊണ്ട് ഡബിളായി. ഞാൻ മേടിച്ചത് റീസെൻ്റ്ലി കേട്ടോ. ഇപ്പോൾ നമുക്ക് കമ്പനിയുടെ ഓൾ ചാർട്ടാണ് ഈ എടുത്തേക്കുന്നത്. റീസെൻ്റ്ലി ലിസ്റ്റ് ആയിട്ടുള്ളൂ, അത് കഴിഞ്ഞ് വലിയ കാര്യമായിട്ട് മുകളിലേക്കൊന്നും കയറിപ്പോയില്ല. അത് കഴിഞ്ഞൊരു വലിയ വോളിയം വന്നു, കമ്പനിയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ വോളിയം. അതിനുശേഷം മുകളിലേക്ക് ഇങ്ങനെ കയറിപ്പോകുന്ന കാണാം. അപ്പം LCയും UCയും അടിച്ചിട്ടുണ്ട്. ലിക്വിഡിറ്റി കുറവായിട്ടുള്ള പോലെ തോന്നി, അധികം ആർക്കും അറിയത്തില്ല എന്ന് തോന്നുന്നു. നമ്മളെന്തായാലും കയറി, ഓൾറെഡി ഡബിളായി, പക്ഷേ സാരമില്ല. അപ്പോൾ നമ്മൾ ഓൾറെഡി കയറിയിട്ടുണ്ട്. 4500 കോടിയാണ് മാർക്കറ്റ് ക്യാപ്പ്. 1988 രൂപം കൊണ്ടത്. അപ്പോൾ നമുക്കിങ്ങനെ കാണാം. 70% പ്രൊമോട്ടർ ഹോൾഡിംഗ്, അത് ചെക്ക് ചെയ്യണം. ഇൻഡസ്ട്രി ഹോൾഡിങ്ങും പ്രൊമോട്ടർ ഹോൾഡിംഗ്, ROC ROE ഒക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാമല്ലോ, അത് നോക്കിയാൽ മതി. പ്രോസും കോൺസും വായിച്ച് നോക്കുക. പ്രോസും ഉണ്ട്, അതിനനുസരിച്ച് കോൺസും ഉണ്ട്. ഞാൻ മൊത്തത്തിൽ നോക്കിയിട്ട് കോൺസ് ഭയങ്കര പ്രശ്നമൊന്നുമില്ല. 5 ഇരട്ടി പ്രൈസ് ടു ബുക്ക് വാല്യൂ, ഓക്കെ, വലിയ കൂടുതലൊന്നുമല്ല. PE റേഷ്യോ ഒന്ന് നോക്കിക്കളയാം, 57 PE റേഷ്യോ. ഇൻഡസ്ട്രിയൽ PE 30. പക്ഷേ ഇൻഡസ്ട്രിയലുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല, കാരണം ഇൻഫ്രാസ്ട്രക്ചർ കമ്പനിയുമായിട്ടായിരിക്കും കമ്പയർ ചെയ്യുക. ഈ കമ്പനി സ്പെഷ്യലാണ്, മറ്റ് ഇൻഫ്രാസ്ട്രക്ചർ കമ്പനികളുമായിട്ട് കമ്പയർ ചെയ്തിട്ട് കാര്യമില്ല. പിന്നെ ഡിവിഡൻഡ് കൊടുക്കുന്നില്ല, അത് നല്ല കാര്യമാണ്, അത് മോശം കാര്യമല്ല. ഇവരത് മോശമായിട്ട് എഴുതിയേക്കുന്നത്. ഓക്കെ, ഇൻവെസ്റ്ററെ വെച്ച് നോക്കുമ്പോൾ ഡിവിഡൻഡ് കിട്ടാത്തത് മോശമാണ്, പക്ഷേ കമ്പനീനെ വെച്ച് നോക്കുമ്പോൾ നല്ലതാണ്. റിട്ടേൺ ഓൺ ഇക്വിറ്റി കുറവാണെന്ന് കാണിക്കുന്നുണ്ട്. പിന്നെ ഈ പ്രോഫിറ്റ് ഗ്രോത്താണ് പ്രോസിൽ വന്നേക്കുന്നത്.
പിന്നെ നല്ല റിസൾട്ട് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, കച്ചവടവും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ ഇങ്ങനെ കാണാം. ഞാൻ അതിലേക്ക് പോകുന്നില്ല. നമുക്ക് വളരെ പ്രധാനമായിട്ട് അറിയേണ്ടത് പ്രൊമോട്ടർ ഹോൾഡിംഗ് എന്തേലും ഉണ്ട് എന്നുള്ളതാണ്. നോക്കൂ, 70% പ്രൊമോട്ടർ ഹോൾഡിംഗ് നമ്മൾ കണ്ടു. FIS വളരെ കുറവ് ഹോൾഡിങ്ങേ ഉള്ളൂ, 0.99%. എനിക്ക് തോന്നുന്നു ഒരുപാട് ഷെയർസ് FISന് കൊടുക്കാൻ സാധ്യതയും കുറവാണ് ഈ കമ്പനിയുടെ. പക്ഷേ ഇതിനു മുമ്പ് 5% ഉണ്ടായിരുന്നു കേട്ടോ. പിന്നീട് അത് കുറഞ്ഞാണ് 0.99. ഇനി DIS ഇൻസ്റ്റിറ്റ്യൂഷൻസ് 13.91% ഹോൾഡിംഗ് ഉണ്ട്. ഓക്കെ, പിന്നെ 50,000 പേര് ആണ് ഈ കമ്പനി ഹോൾഡ് ചെയ്യുന്നുള്ളൂ. മൊത്തത്തിൽ 14.93% പബ്ലിക്കും ഹോൾഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കമ്പനിയുടെ പേര് ഡി ഡെവലപ്മെൻറ്റ് എഞ്ചിനീയേഴ്സ് ലിമിറ്റഡ് ആണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, UCയും LCയും അടിച്ചിട്ടുണ്ട് കമ്പനി. ഇന്നലെയൊക്കെ LC ആയിരുന്നു, കാരണം എൻ്റെ കയ്യിൽ സാധനം ഉണ്ടായിരുന്നല്ലോ. ഞാൻ മേടിച്ച് കഴിഞ്ഞാൽ UC അടിച്ചും കണ്ടായിരുന്നു. അപ്പോൾ വോളിയൊക്കെ കുറവായതുകൊണ്ടാവാം. അപ്പോൾ വീഡിയോയും ഇൻഫോർമേഷൻ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. ഇതുപോലുള്ള നല്ല ഇൻഫോർമേഷൻസ് നിങ്ങളിലേക്ക് എത്താനായിട്ട് ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയൊക്കെ ചെയ്യുന്നത് സഹായിക്കും. പിന്നെ സ്റ്റോക്ക് മാർക്കറ്റിലുള്ള സുഹൃത്തുക്കളിലേക്കോ ഗ്രൂപ്പുകളിലേക്കൊക്കെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. എന്നിട്ട് എല്ലാവരും കൂടി ഒന്ന് നോക്കി ഒന്ന് സ്റ്റഡി ചെയ്തു. ഓക്കെ ആണെങ്കിൽ എടുത്താൽ മതി. എനിക്ക് വളരെ ഓക്കെ ആയിട്ട് തോന്നി. ഡിമാറ്റ് അക്കൗണ്ട് എടുക്കാൻ താല്പര്യമുള്ളവർക്ക് ഡിസ്ക്രിപ്ഷനിൽ ലിങ്കുകൾ കൊടുത്തിട്ടുണ്ട്. അത് വെച്ച് ഡിമാറ്റ് അക്കൗണ്ട് എടുക്കാവുന്നതാണ്. അടുത്ത വീഡിയോയിൽ ഇതിലും നല്ല ഇൻഫോർമേഷനുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാപ്പി ഇൻവെസ്റ്റിംഗ്.